സൺഡേ സാലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. അമേരിക്കയുടെ ഡിഫൻസ് സെക്രട്ടറി പെറ്റെ ഹെഗ്സെത്ത് ഇറാനിലെ ന്യൂക്ലിയർ സൈറ്റുകൾ ആക്രമിച്ചതിൻ്റെ വിശദ വിവരങ്ങൾ പുറത്തുവിടുകയുണ്ടായി. സാറ്റലൈറ്റ് പിക്ചേഴ്സാണ് അദ്ദേഹം റെഫറൻസിനായി ഉപയോഗിച്ചത്. സൈറ്റിൽ ഓൺ സൈറ്റ് അവിടെ പോയിട്ടെടുത്ത ഫോട്ടോസോ അല്ലെങ്കിൽ ഡീറ്റെയിൽസോ അദ്ദേഹത്തിന് പ്രൊവൈഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞത് ഈ ന്യൂക്ലിയർ സൈറ്റുകളൊക്കെ ഒരു ആറ്റമിക് ബോംബ് നിർമ്മാണത്തിന് ഒരു തരത്തിലും ഉപയോഗിക്കാനാവാത്ത തരത്തിൽ നശിപ്പിക്കപ്പെട്ടു എന്ന് കാറ്റഗോറിക്കലായിട്ട് അദ്ദേഹം പറയുകയുണ്ടായി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇത് എൻഡോഴ്സ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇനി ഇറാൻ ഈ ന്യൂക്ലിയർ പാക്റ്റിലൊന്നും ഒപ്പിടണമെന്ന് നിർബന്ധമൊന്നുമില്ല, കാരണം അവരെ കൊണ്ട് ഇനി ഒരു ആറ്റം ബോംബ് നിർമ്മിക്കുക എന്നുള്ളത് അവരുടെ റീച്ചിൽ വരുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് അവർ ന്യൂക്ലിയർ പാക്റ്റിൽ ഒപ്പിടണം എന്ന് നിർബന്ധമില്ല. എങ്കിൽ പോലും അവർ ചർച്ചയ്ക്ക് അവരെ ക്ഷണിക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. ട്രംപിനെ സംബന്ധിച്ച് ഫർദർ താല്പര്യങ്ങൾ ഇറാനിനുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. ഈ ന്യൂക്ലിയർ പാക്ട് മാത്രമല്ല, അതിനപ്പുറത്തേക്കാണ് അദ്ദേഹത്തിന്റെ താല്പര്യങ്ങളുള്ളത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അതിനിടയിലൂടെ ജൂൺ 19 പാതാളത്തിൽ വിളിച്ച ഖമനേയി ഇപ്പോൾ പാതാളത്തിൽ ഇരുന്നുകൊണ്ട് തന്നെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പൊ ഇതിനിടയിലൂടെ ധാരാളം ഊഹാപോഹങ്ങൾ പുറത്തു വരികയുണ്ടായി. ഇദ്ദേഹം മരണപ്പെട്ടു എന്നുവരെയുള്ള ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുകയും ഇന്റർനാഷണൽ ന്യൂസ് BBC അടക്കമുള്ള പത്രങ്ങളിൽ അദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളൊരു കാര്യം ധാരാളമായി ചർച്ചയാവുകയും ചെയ്തൊരു സാഹചര്യത്തിലായിരിക്കണം ഇവരെ ഇത്തരം ഒരു വീഡിയോ പുറത്തിറക്കിയതെന്ന് തോന്നുന്നു. സ്റ്റുഡിയോയിൽ ഇരുന്ന് അദ്ദേഹം സാധാരണ ചെയ്യുന്ന ഒരു പെർഫെക്റ്റ് സ്റ്റുഡിയോയിൽ ഇരുന്നിട്ടാണ് ചെയ്യുക. അങ്ങനെ ഒരു സ്ഥലത്തുനിന്നല്ല, ഇത് പാതാളത്തിൽ എവിടെയോ ഇരുന്നിട്ട് ചെയ്തതാണ് എന്ന് ഈ വീഡിയോയുടെ ലക്ഷണങ്ങൾ കണ്ട് വീഡിയോ അനലൈസ് ചെയ്യുന്ന ആളുകൾ തന്നെ മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം അങ്ങേയറ്റം ക്ഷീണിതനാണ്, പരിക്ഷീണിതനാണ്. സാധാരണ ഉപയോഗിക്കുന്ന കാഠിന്യമൊന്നും ഭാഷയ്ക്കില്ല. അത്തരം പ്രത്യേകതകളൊക്കെ വീഡിയോയെ കുറിച്ച് പറയുന്നുണ്ട്. എങ്കിലും ഇദ്ദേഹം പറഞ്ഞത് ഒന്നാമത്തെ കാര്യം ഇറാൻ ജയിച്ചു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹം പുറത്തു വന്ന് ആദ്യം തുറന്നാൽ പറയുന്ന ഈ കാര്യം തന്നെയാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന സംഗതിയാണ്. കാരണം ഇറാനിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ പാതാളവാസികളായിട്ടുള്ള മനുഷ്യരെ സംബന്ധിച്ച് ഇദ്ദേഹം പറയുന്ന ആപ്തവാക്യാണ്. അപ്പൊ ഇറാൻ ജയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഇറാൻ ജയിച്ചു എന്ന് പറഞ്ഞ് വിശ്വസിക്കുന്ന ആളുകൾ ഇറാൻ മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ പോലും ഉണ്ട് എന്ന് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ പ്രഖ്യാപനം ഇറാൻ ജയിച്ചു എന്നുള്ള സംഗതിയാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം അമേരിക്കയുടെ മുഖമടകൾ ഒറ്റ അടിയടിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം ഖത്തറിലുള്ള അമേരിക്കയുടെ ബേസ് ഇറാൻ തകർത്ത് പൊടിച്ചു കളഞ്ഞു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. മൂന്നാം അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ ബാക്കിയേയില്ല, ഇസ്രായേൽ ഭൂമുഖത്ത് നിന്ന് ഓൾമോസ്റ്റ് തീർന്നതായിരുന്നു, ഇനി അത് തീരാതിരിക്കാൻ വേണ്ടിയാണ് അമേരിക്ക അവസാന നിമിഷം വന്ന് ഇടപെട്ടത്. അങ്ങനെ അമേരിക്ക അവസാന നിമിഷം ഇടപെട്ടത് കൊണ്ട് ഇസ്രായേലിന് ഒരു കുറച്ച് പൊട്ടിപ്പൊടിയൊക്കെ ബാക്കിയുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ അവകാശപ്പെട്ടത്. കൂടാതെ അദ്ദേഹം കൂടുതൽ ഒരു കാര്യം, ഇനിയെങ്ങാൻ ഞങ്ങളെ തൊട്ടിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാമെന്ന് കൂടി ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പം ഇപ്പോൾ വായിലെ അടി കൊണ്ടിട്ട് പല്ലൊന്നും ബാക്കിയില്ലെങ്കിലും ഇനി തൊട്ടാൽ കാണിച്ചു തരാമെന്നൊരു ഒരു ഭീഷണിയാണ് അദ്ദേഹം പിന്നീട് ഇതിനെക്കുറിച്ച് വലുതായിട്ട് മുഴക്കിയത്. ഏറ്റവും രസകരമായ കാര്യം, ഇദ്ദേഹത്തിന്റെ IR ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പ്രീമിയം സേനയുണ്ടല്ലോ, ആ സേനയുടെ സേനാധിപനെ ഗുലാം അലി റാഷിദ് എന്ന് പറഞ്ഞ ആളെ ഇസ്രായേല് അവരുടെ 12 ഡേ വാറിന്റെ തുടങ്ങിയ ദിവസം തന്നെ തട്ടിയിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേയിൽ അവർ വേറൊരു അലി ഷത്മാനി എന്ന് പറയുന്ന ഒരാളെ കമാൻഡറായിട്ട് നിയമിച്ചു, IRGC കമാൻഡറായിട്ട് നിയമിച്ചു. അത് ഖമനയുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ്, ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ആള്. അദ്ദേഹം നിയമിച്ച് 3-ാമത്തെ ദിവസം തന്നെ അദ്ദേഹത്തെ ഇസ്രായേൽ തട്ടി. അപ്പൊ ഇസ്രായേൽ അദ്ദേഹത്തെ കൊന്നു എന്നുള്ള കാര്യം ഇസ്രായേൽ അന്ന് തന്നെ പ്രഖ്യാപിച്ചു. പക്ഷേ ഇറാൻ ഒന്നും സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് 12 ഡേ വാർ കഴിഞ്ഞപ്പം ഇവര് ഈ അലി ഷത്മാനിയുടെ ആണെന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഒക്കെ പുറത്തിറക്കി. ഞാൻ മരിച്ചിട്ടില്ല, ഞാൻ ജീവനോടെ ഇരിക്കുന്നു, ആരോഗ്യവാനായിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് ഇറക്കി. അപ്പൊ ഇന്ന് അവർ പറയുന്നു ഈ അലി ഷത്മാനി ആശുപത്രിയിൽ കിടന്ന് മരിച്ചു, അദ്ദേഹത്തിന് മുറിവ് പറ്റിയിരുന്നു, ആശുപത്രിയിൽ കിടന്ന് മരിച്ചു. അപ്പൊ ഈ അലി ഷത്മാനി ആശുപത്രി കിടന്ന് മരിച്ചു എന്ന് പറയുന്ന ദിവസം തന്നെയാണ് ഖമനേയി പറയുന്നത് യുദ്ധത്തിൽ ജയിച്ചത് ഞങ്ങളാണ്, യുദ്ധത്തിലെ മേൽക്കൈ ഞങ്ങൾക്കാണ്. ഈ 12 ദിവസം ഇറാന്റെ ആകാശം അടക്കിവാണ് ഇസ്രായേൽ പൊരുതി, ഇറാന്റെ മണ്ണടക്കിവാണ് അവരുടെ കമാൻഡോസ് വേണ്ടപ്പെട്ട ആളുകളെ ഓരോരുത്തരെ ആയിട്ട് വേട്ടയാടി കൊന്നു. എന്നിട്ടും ഇദ്ദേഹം പറയുകയാണ് ഞങ്ങളാണ് യുദ്ധത്തിൽ ജയിച്ചത്, ഇസ്രായേലിനെ ഞങ്ങൾ തവിടുപൊടിയാക്കി, അമേരിക്കയെ ഞങ്ങൾ തവിടുപൊടിയാക്കി. അപ്പൊ ഈ ഇങ്ങനെയുള്ള ആളുകൾ പാതാളത്തിൽ നിന്ന് പറയുന്നത് കേൾക്കുവാൻ, അത് കേട്ട് ആഹ്ലാദം കൊള്ളുവാൻ, കോൾമേർ കൊള്ളുവാൻ പാതാളവാസികളായിട്ടുള്ള ആളുകൾ ലോകത്തിൽ ധാരാളമായിട്ടുണ്ട് എന്നുള്ളത് വളരെ രസകരമായ കാര്യമാണ്. അപ്പൊ അദ്ദേഹം ഭീഷണികൾക്ക് യാതൊരു കുറച്ചും വരുത്തിയിട്ടില്ല. ഇനി തൊട്ട് കഴിഞ്ഞാൽ കാണിച്ചു തരാം
എന്നാണ് അവസാനത്തെ ഭീഷണിയായിട്ട് മുഴക്കിയിട്ടുള്ളത്. ഞങ്ങൾ കീഴടങ്ങുകയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ പറഞ്ഞാലും ശരി, രണ്ട് കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചിട്ടില്ല. അവരുടെ ന്യൂക്ലിയർ കേന്ദ്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നതിനെ സംബന്ധിച്ച് സ്പെസിഫിക് ആയിട്ട് ഒന്നും പറയാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല. രണ്ട്, ഈ ന്യൂക്ലിയർ ചർച്ചകൾ തുടരുമോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ സ്പീച്ചിൽ പരാമർശിച്ചിട്ടേ ഇല്ല. അപ്പം അമേരിക്ക അത് തുടരാമെന്ന് പറയുന്നുണ്ട്, ഇദ്ദേഹം അതിനെക്കുറിച്ച് പരാമർശിക്കേണ്ടായിട്ടില്ല. ഇനി ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ചെയർമാനായിട്ടുള്ള റാഫേൽ ഗ്രോസി പറയുന്നത് ഫോർദോ ന്യൂക്ലിയർ കേന്ദ്രം ആക്രമിച്ചതിന്റെ ഭാഗമായിട്ട് കാര്യമായ റേഡിയേഷൻ ലീക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം യുറേനിയം ഇവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ തന്നെ വളരെ ഭാഗികമായിട്ട് മാത്രമേ അവർക്കത് മാറ്റാൻ സാധിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുള്ളൂ. യുറേനിയം സ്റ്റോക്കിന്റെ നല്ലൊരു ഭാഗം ഡീപ്ലി ബറീഡ് ആയിട്ട് ഫോർദോയിലുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അത് ബിയോണ്ട് റിക്കവർ ആയിട്ട് ഒരുപക്ഷെ ഇത് മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് റിക്കവർ ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലായി പോയിട്ടുണ്ടാവാം. ഇനി ഇവർ മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് എത്ര മാറ്റിയിട്ടുണ്ട്, ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിക്ക് വിവരം ആവശ്യമുണ്ട്. ഇവർക്ക് ആവശ്യമായിട്ട് ടെക്നിക്കൽ സപ്പോർട്ട് നൽകുവാൻ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി തയ്യാറാണ്. കാരണം അത് സാധാരണ ആളുകളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. ഇറാന്റെ ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ, അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമിന്റെ തലപ്പത്തുള്ള ആളുകൾ എല്ലാവരും തന്നെ വധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇത്തരം ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ കോമ്പീറ്റൻസ് ഉള്ള ആളുകൾ ഇറാനിൽ ബാക്കിയുണ്ടാവാൻ സാധ്യതയില്ല. അപ്പൊ അറ്റോമിക് എനർജി ഏജൻസി പോലെ, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി പോലത്തെ ഒരു കോമ്പീറ്റന്റ് അതോറിറ്റിയുടെ സഹായമില്ലാതെ ഇത്തരം ഒരു സാഹചര്യം കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങോട്ട് ഓഫർ ചെയ്യുന്നത്, ഞങ്ങളിത് പരിശോധിച്ച് വേണ്ടവിധ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുമോ നോക്കാം. അപ്പൊ ഇറാൻ ഇന്ന് അവരുടെ പാർലമെന്റ് തന്നെ പാസ്സാക്കിയിരിക്കുന്നു, ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി ആയിട്ട് യാതൊരു ബന്ധവും വേണ്ട എന്നുള്ള ഒരു പ്രമേയം അവർ പാസ്സാക്കിയിരിക്കും. അതിന് ഒരു കാരണം പറയുന്നത് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഇവിടെ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ഇസ്രായേൽ അവരെ ആക്രമിച്ചത്. അഥവാ ഇസ്രായേലിന്റെ ആക്രമണത്തിന് കാരണം ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പ്രസ്താവനകളാണ് എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ വലിയൊരു സഹായം ഇവർ വേണ്ടെന്ന് വെക്കുന്നത് ഇന്റർനാഷണൽ ഏജൻസികൾ പറയുന്നത്, ന്യൂസ് അനലിസ്റ്റുകൾ പറയുന്നത്, ഈ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ ആളുകൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ ന്യൂക്ലിയർ സൈറ്റുകൾക്ക് പറ്റിയ ഡാമേജ് അവർ അസസ് ചെയ്യും. അങ്ങനെ അസസ് ചെയ്ത് കഴിയുമ്പോൾ ഇത് പൊളിഞ്ഞു പോയി എന്നുള്ളതിന് കൃത്യമായ തെളിവുകൾ പുറത്തേക്ക് വരും. അങ്ങനെ കൃത്യമായ തെളിവുകൾ പുറത്തേക്ക് വരാതെ ഞങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല എന്നുള്ളൊരു ഊഹം പുറത്ത് പരത്താൻ വേണ്ടിയാണ് ഇവര് ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസി അവിടെ കടക്കാൻ അനുവദിക്കാതെ തടയുന്നത് എന്നാണ് ന്യൂസ് അനലിസ്റ്റുകളുടെ അഭിപ്രായം. അതിനിടയിലൂടെ ഗാസയിൽ ധാരാളമായി ആളുകൾ ഏറ്റുമുട്ടൽ മരിക്കുന്നുണ്ട്. നമ്മുടെ മലയാളം ടിവിയിലൊക്കെ ഭക്ഷണം വാങ്ങാൻ പോകുന്നവരെയാണ് വെടിവെച്ച് കൊല്ലുന്നതെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. പക്ഷെ ഇവരിപ്പോ ഈ കുഞ്ഞുങ്ങളെ കൊല്ലുന്നു എന്നുള്ള ഈ പരിപാടി നിർത്തിയിരിക്കണം. മറ്റേ സ്ഥിരമായിട്ട് പെണ്ണുങ്ങൾ മരിച്ചു എന്നുള്ള കരച്ചിലാണ്. മരിക്കുന്ന ആരാണെന്ന് പറയുന്നില്ല. വാസ്തവത്തിൽ അവിടെ സംഭവിക്കുന്നത് ഭക്ഷണം തട്ടിയെടുക്കാൻ വരുന്ന ഹമാസിന്റെ പ്രവർത്തകരും അവരെ എതിർക്കുന്ന അവിടുത്തെ തന്നെ തീവ്രവാദികളായിട്ടുള്ള രണ്ട് തീവ്രവാദി സംഘങ്ങൾ തന്നെയാണ് അവരെ എതിർക്കാൻ വരുന്ന, ഹമാസിനെ എതിർക്കാൻ വരുന്ന തീവ്രവാദി സംഘങ്ങളെ ആയുധം കൊടുത്ത് ഇസ്രായേൽ സേന സഹായിക്കുന്നുണ്ട്. ആ സംഘങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെടുന്ന ആളുകളാണ് ഈ മരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നത്. രണ്ട് ഭാഗത്തും ആൾനാശം ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഹമാസിനെ തീർത്ത് അവിടെ പ്രോമിനന്റ് ഗ്രൂപ്പായി വളരുവാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു റിബൽ ഗ്രൂപ്പിനെ ഇസ്രായേൽ സഹായിക്കുകയും അവർക്ക് ആയുധം നൽകുകയും ആ ഗ്രൂപ്പ് ഹമാസിനെ ഈ ഭക്ഷണം വാങ്ങാൻ തട്ടിയെടുക്കാൻ വരുന്ന ഹമാസിന്റെ പ്രവർത്തകരെ നേരിടുകയും ചെയ്യുന്ന ആ ഒരു സംഗതിയുടെ ആ പ്രോസസ്സിൽ ആളുകൾ മരിക്കുന്നതാണ് ഈ കാണുന്നത്. അതിനെയാണ് ഇവിടെ ഭക്ഷണം വാങ്ങാൻ വരുന്നവരെ IDF വെടിവെച്ച് കൊല്ലുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളുടെ ടെലിവിഷനിലൊക്കെ നിലവിളി ഉണ്ടാക്കുന്നത്. ഇന്നൊരു ചാനൽ പറയുന്നത് കേട്ടത്, ഭക്ഷണം കൊടുക്കുമെന്ന് പറയുമ്പോൾ ആളുകൾ ചെല്ലുമല്ലോ, അങ്ങനെ ചെല്ലുമ്പോൾ വെടിവെച്ചുമല്ലോ. അവിടെ ചെല്ലുന്ന 1-2 ആളുകളൊന്നുമല്ല, ലക്ഷക്കണക്കിന് ആളുകളാണ് ക്യൂല് നിൽക്കുന്നത്. അങ്ങനെ വെടിവെച്ച് കൊണ്ടാണ് മുമ്പിട്ട് അങ്ങ് വന്നാൽ മതി. എന്തിനപ്പോൾ വെടിവെക്കാൻ നിൽക്കണേ? ഹിറ്റ്ലറൊക്കെ ചെയ്തതുപോലെ. അപ്പൊ അങ്ങനെ ഉള്ളൊരു സംഗതിയല്ലേ ഇതിനകത്ത് മരിക്കുന്നത്. കൃത്യമായിട്ടും ഈ ഭീകര പ്രവർത്തകരാണ്. ഒന്നുകിൽ ഹമാസിന്റെ പ്രവർത്തകർ, ഇല്ലേ ഹമാസിനെ ചെറുക്കുന്ന വേറൊരു ഗ്രൂപ്പ് ഓഫ് ഭീകര പ്രവർത്തകർ. വേറെ അവിടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ, ഭക്ഷണം വാങ്ങാൻ വരുന്ന ജെന്യുവൻ ആയിട്ടുള്ള ഒരാൾക്ക് പോലും അവിടെ ജീവൻ നഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ ഈ യുദ്ധത്തിന്റെ റിസൾട്ടുകൾ ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ 1948 അവരുടെ ഫോർമേഷനുമായി ബന്ധപ്പെട്ട് പിന്നീടുണ്ടായിട്ടുള്ള യുദ്ധങ്ങൾ, അവിടെ രാജ്യങ്ങൾക്കുണ്ടായിട്ട് തകർച്ചകൾ പരിശോധിക്കുമ്പോൾ ഇസ്രായേലിന്റെ പൂർവ്വകാല ചരിത്രത്തിൽ BC കാലഘട്ടത്തിൽ ഇസ്രായേൽ ആദ്യം കടന്നു കയറിയത് അസീറിയ എന്ന് പറയുന്ന രാജ്യമാണ്. ആ അസീറിയ റഫ്ലി ഇന്നത്തെ സിറിയയാണ്. ആ സിറിയയുടെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അത് തകർന്ന് തരിപ്പണായിപ്പോയി. അത് കഴിഞ്ഞ് ഇസ്രായേലിൽ കടന്നു കയറിയത് ബാബിലോണിയ എന്ന് പറയുന്ന രാജ്യമാണ്. ബാബിലോണിയ എന്ന് പറയുന്നത് ഇന്നത്തെ ഇറാഖാണ്.
ആ രാജ്യവും തകർന്നു തരിപ്പണായിപ്പോയി. ഇവർ രണ്ടുപേരുമാണ് ഇസ്രായേലിനെ ഭയങ്കരമായിട്ട് പീഡിപ്പിച്ച പ്രദേശങ്ങൾ. മൂന്നാമത് ഇസ്രായേൽ കടന്നു കയറി ഭരണം സ്ഥാപിച്ചത് പേർഷ്യയാണ്. ആ പേർഷ്യ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇറാനാണ്. അപ്പൊ ഈ അസീറിയ തകർക്കപ്പെട്ടു, ബാബിലോണിയ തകർക്കപ്പെട്ടു, ഇനി ബാക്കിയുണ്ടായിരുന്നത് പേർഷ്യയാണ്. അപ്പൊ പേർഷ്യയുടെ അവസ്ഥയും ഏതാണ്ട് അതുപോലെ ആയിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ സൂചിപ്പിച്ചതുപോലെ ഈ യുദ്ധത്തിന്റെ പൊളിറ്റിക്കൽ ഇഫക്റ്റ് പൂർണ്ണമായും വരണമെങ്കിൽ മാസങ്ങളെടുക്കും. അത് പിന്നെ ഇനി ഈ യുദ്ധത്തിന്റെ സാമ്പത്തിക പരാധീനതകൾ, രാജ്യത്തിന് പറ്റിയ വലിയ നഷ്ടം, അതിന്റെ അസസ്മെന്റ് ഒക്കെ സാധാരണക്കാർക്ക് ബോധ്യപ്പെട്ടു വരാൻ ഒരുപാട് സമയം എടുക്കും. കാരണം അവിടെ ഇപ്പോഴും ടിവിക്ക് ബാനാണ്, ഇന്റർനെറ്റ് ബാനാണ്. ഇന്റർനെറ്റ് ബാനൊന്നും പൂർണ്ണമായിട്ട് നീക്കിയിട്ടില്ല. അതുകൊണ്ട് മെസ്സേജുകൾ ആളുകൾ കിട്ടുന്നില്ല, നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കിട്ടുന്നില്ല. ഇതെല്ലാം കിട്ടിക്കഴിയുമ്പോഴത്തേക്കും ജനത്തിന്റെ മൂഡ് മാറും. അത് കഴിയുമ്പോൾ അവിടെ മൊസാദിന്റെ പ്രവർത്തനം ഒക്കെ കൂടെ വരുന്ന സമയത്ത് പൊളിറ്റിക്കൽ ചേഞ്ചസ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ഇറാന്റെ സ്ഥിതി എന്താണെന്ന് നമുക്ക് കണ്ടറിയാൻ സാധിക്കും.